ചിക്കനും അല്ല, ബീഫും അല്ല, മട്ടനും അല്ല, പിന്നെ എന്തായിരിക്കും? നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പൊ ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു പാനിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഒരു സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ സവാളയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് അവിടെ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ജസ്റ്റ് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഒരു പകുതി ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലകൾ ചേർക്കാം. ഒരല്പം മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കറി മസാല, ഇത്രയുള്ള കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ താരം, നമ്മുടെ പുഴുങ്ങിയ മുട്ടയാണ്. ഞാനൊരു 3 മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അതും കൂടെ ചേർത്ത് കുറച്ച് മലയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിലെ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന്. അതെ, കട്ട്ലറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് മൊസല്ല ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കേട്ടോ, കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് മുട്ടയുടെ ബാറ്ററിലേക്ക് മുക്കി ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐറ്റം ഇവിടെ പകുതി കൂടുതൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈയുടെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്പീഡിൽ തന്നെ എല്ലാ കട്ട്ലറ്റും ആക്കി എടുക്കാവേ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നേ. താമസിച്ചു പോയി കേട്ടോ. ഞാൻ വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും ഒന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സ്പീഡിനാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പോഴേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇക്കായും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിതിങ്ങനെ ആക്കി വെക്കുന്ന ടൈമിൽ ഇക്ക അതിനെ വറുത്തെടുക്കുവാണ് ചെയ്തത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ സ്പീഡിന് എല്ലാം ആക്കി എടുക്കുമായിരുന്നു. അങ്ങനെ ഫ്രൈയും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് ഇതിന്റെ ഫൈനൽ ലുക്കൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന ഐറ്റംസ് മാത്രം കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയത്. മൊസല്ല ചീസ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയേ, അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീട്ടിലുള്ള മുട്ട മാത്രം കൊണ്ടിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യാത്തവര് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കട്ട്ലറ്റ് ആയിരുന്നേ. അപ്പൊ ഫൈനൽ ലുക്കായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോട്ടെ, കുഴപ്പമില്ലല്ലേ, നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഞാൻ പോയി നോമ്പ് തുറക്കട്ടെ. ബൈ.